ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഭാസുരേന്ദ്ര ബാബുവിനെ ബന്ധപ്പെടുത്തി ഇങ്ങനെയൊരു അനുസ്മരണ പ്രഭാഷണം നടത്താൻ വാസ്തവത്തിൽ വളരെയധികം ക്ലേശത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളേറെ ആയി എൻ്റെ പ്രിയ സഖാവും സുഹൃത്തും ഒക്കെ ആയിരുന്ന ആളാണ് ഭാസുരേന്ദ്ര ബാബു. അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന ഒരു പ്രഭാഷണം, അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണം നടത്തുന്നതിലുള്ള ക്ലേശം ആദ്യം ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. ഈ പ്രഭാഷണ വിഷയം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വർത്തമാനം, വെല്ലുവിളികളും സാധ്യതകളും എന്നൊരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം, ഒരു വിഷയം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനൊരു ടൈറ്റിലാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ പുസ്തകം തന്നെയാണ്. ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയത് ഞാനാണ്. അവതാരികയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ പോരാട്ടങ്ങൾ എന്നാണ്. അപ്പോൾ അതിൽ ജനാധിപത്യത്തിന് ഭാസുരേന്ദ്ര ബാബു കൊടുക്കുന്ന പ്രാധാന്യം, നക്സലൈറ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വിമർശനം, അതുപോലെ ഇടയ്ക്ക് ഇവിടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള സമരങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, അടിയന്തരാവസ്ഥ കാലത്ത് നിഷ്ക്രിയത്വം പാലിച്ചു എന്ന് ബാബു വിശദീകരിക്കുന്ന CPIM കുറിച്ചുള്ള വിമർശനം, ഇതെല്ലാം ഈ ജനാധിപത്യം എന്ന ഒരാശയത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ബാബുവിൻ്റെ ഈ പുസ്തകം തന്നെ അത്തരത്തിലാണ്. കാരണം യഥാർത്ഥത്തിൽ ഞാൻ മറ്റൊരു തലക്കെട്ട് കൂടി അതിനെ ഉദ്ദേശിച്ചിരുന്നു. ഭാസുരേന്ദ്ര ബാബുവിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ എന്നൊരു തലക്കെട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഈ അടിയന്തരാവസ്ഥ ഇവരൊക്കെ ജയിലിലായിരിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്നൊരു വെളിപാടുണ്ട്. നക്സലൈറ്റുകൾ ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ വിചാരം ഈ ജനാധിപത്യം, ഈ ലിബറൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഇല്ലാത്ത കെട്ടുകഥയാണ്. അതുകൊണ്ട് ജനാധിപത്യം അടിയന്തരാവസ്ഥ പിൻവലിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ എല്ലാം ഒരേപോലെയാണ് എന്ന ഒരു ധാരണ നക്സലൈറ്റുകളുടെ പഴയ ധാരണയാണത്. ഈ ലിബറൽ ജനാധിപത്യത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരവസ്ഥ. പക്ഷേ ഇവിടെ വെച്ച് ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കില്ലെന്നായിരുന്നു പ്രതീക്ഷ. അതിനേക്കാൾ കൂടുതൽ തീവ്രമായ ഘട്ടങ്ങളിലേക്ക് അത് കടന്നു പോകുമെന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷ. പക്ഷേ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് പെട്ടെന്ന് വലിയ ജനമുന്നേറ്റം ഉണ്ടാവുകയും അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പരിവർത്തന പ്രതിഭാസം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ബാബു പറയുന്നത് അത് ഭൂമി കുലുക്കുന്ന ഒരു അനുഭവം പോലെ ആയിരുന്നു എന്നാണ്. കാരണം ജനാധിപത്യത്തെക്കുറിച്ചുള്ള വലിയ ഉൾക്കാഴ്ചയാണ് ഉണ്ടാവുന്നത്. അതായത് ഈ ജനാധിപത്യത്തിൽ അന്തർലീനമായിരിക്കുന്ന ജനശക്തി, ആ പ്രതിഭാസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വലിയ വെളിപാടാണ് ഉണ്ടായത്. ഇത് സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടാകുന്നൊരു വെളിപാടല്ല. അങ്ങനെ ഒരു വെളിപാടുണ്ടായ ഒരു ജനാധിപത്യവാദിയാണ്, അതേസമയം കമ്മ്യൂണിസ്റ്റുമാണ് എന്നുള്ളതാണ് ഭാസുരേന്ദ്ര ബാബുവിൻ്റെ ചിന്തയുടെ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒക്കെ കാതലായ അംശം. അതുകൊണ്ടാണ് അങ്ങനെയൊരു ടൈറ്റിൽ ഞാനതിന് കൊടുക്കാനിടയായതും ഇങ്ങനെയൊരു വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ നിർദ്ദേശിച്ചതും. ഇവിടെ സ്വാഗതപ്രസംഗകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് ഇന്ത്യ മാത്രമല്ല ജനാധിപത്യത്തിൻ്റെ പ്രതിസന്ധി നേരിടുന്നത്. ഈ ലോകം മുഴുവൻ ജനാധിപത്യത്തിൻ്റെ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ വലിയ കുത്തകക്കാർ എന്നവകാശപ്പെട്ടിരുന്നവരൊക്കെ തന്നെ സ്വേച്ഛാധിപതികളായി മാറുകയും ആ നാടുകളൊക്കെ ജനാധിപത്യത്തെ ഉപേക്ഷിച്ചു തുടങ്ങുകയും ചെയ്യുന്നതാണ് നമ്മൾ ഈ വർത്തമാന സാഹചര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന പശ്ചാത്തലമെന്ന് നമുക്ക് പറഞ്ഞാൽ അറിയാം.
ഇത് പഴയ കാലത്ത് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഓരോ രാജ്യങ്ങളിലും പ്രത്യേകം നിലനിൽക്കുന്ന ലിബറൽ ജനാധിപത്യവും അതിന് അടിസ്ഥാനമായിട്ടുള്ള ലിബറൽ മുതലാളിത്തവും ഒക്കെ ആസ്പദമാക്കിയിട്ടാണ് നാം പറയാറുള്ളത്. സ്വതന്ത്രമായ മൂലധന വ്യവസ്ഥകൾ ഓരോ രാജ്യത്തും, ആ മൂലധന വ്യവസ്ഥയുടെ അധിപന്മാരായിട്ടുള്ള സ്വതന്ത്രമായ, അതൊരു കമ്മ്യൂണിസ്റ്റ് ടെർമിനോളജിയാണത്, അതിൻ്റെയൊക്കെ അധിപന്മാരായിട്ടുള്ള സ്വതന്ത്ര ബൂർഷ്വാസ്, ഇതൊക്കെയാണ് ദേശീയ മുതലാളിത്തം. അങ്ങനെ ദേശീയ മുതലാളിത്തത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ജനാധിപത്യത്തെക്കുറിച്ചാണ് വാസ്തവത്തിൽ നമ്മൾ ഇത്രയും കാലം സംസാരിച്ചു കൊണ്ടിരുന്നതൊക്കെ അത്രയും. എന്നാൽ ഇന്ന് ലോകത്ത് സംഭവിച്ചിരിക്കുന്നത്, ലോകത്തിപ്പോൾ ഇത്തരത്തിൽ ഉള്ള മാറ്റം സംഭവിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇന്ന് ദേശീയ മുതലാളിത്തം എന്നൊരു പ്രതിഭാസം ലോകത്തില്ലാതായിരിക്കുന്നു. ദേശീയ മുതലാളിത്തത്തിന് വളരെ പുരോഗമനപരമായ സ്വഭാവങ്ങളുണ്ട്. അത് ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കും, അത് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും, മറ്റൊരുവൻ്റെ തൻ്റെ എതിരാളിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത് സമരം ചെയ്യും. അതാണ് ലിബറൽ ജനാധിപത്യത്തിൻ്റെ സ്വഭാവം. എൻ്റെ എതിരാളിയുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ സമരം ചെയ്യും എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ സ്വഭാവം, ലിബറൽ ജനാധിപത്യം. ഇന്ന് അതിൻ്റെ അടിത്തറ തകർന്നിരിക്കുന്നു ലോകത്ത്. ഇന്ന് ലിബറൽ മുതലാളിത്തമില്ല, ദേശീയ മൂലധന വ്യവസ്ഥയില്ല. ഇന്ന് ആഗോളവൽക്കരിക്കപ്പെട്ട മൂലധനമാണ്, ഇൻ്റഗ്രേറ്റഡ് ഗ്ലോബൽ ക്യാപിറ്റൽ എന്നൊരു പ്രതിഭാസമാണ് ലോകത്തുണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മൂലധനം, മുതലാളിത്ത മൂലധനം ലോകത്തെ ഒന്നാകെ ഗ്രസിക്കുന്ന ഒരു മഹാസാമ്രാജ്യ ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ഈ പ്രതിഭാസത്തിന് പഴയ ലിബറൽ ജനാധിപത്യത്തിൻ്റെ യാതൊരു ഗുണങ്ങളുമില്ല. കാരണം അതിന് ലിബറൽ ജനാധിപത്യം തന്നെ ആവശ്യമില്ല. അതൊരു സാമ്രാജ്യ വ്യവസ്ഥയാണ്, ഭൂമിയെ കീഴടക്കുന്ന ഒരു സാമ്രാജ്യ വ്യവസ്ഥയാണത്. അതിന് വെള്ളമുണ്ട് ഇവിടെ, മതി. ഈ ഗ്ലോബൽ സാമ്രാജ്യമായി കഴിഞ്ഞ ആ ഒരു വ്യവസ്ഥയ്ക്ക് യഥാർത്ഥത്തിൽ ജനാധിപത്യം തന്നെ ആവശ്യമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടെയാണ് ഈ സാമ്രാജ്യ വ്യവസ്ഥ ചെയ്യുന്ന, ലോകത്തെ കീഴടക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയ പ്രധാനമായി തീരുന്നത്. കാരണം അതിൻ്റെ മൂലധന ചൂഷണത്തിന് വേണ്ടി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണത്. മനുഷ്യജീവിതത്തെയും പ്രകൃതിയെയും എല്ലാം ഒരുമിച്ച് തന്നെ ഊറ്റിക്കുടിക്കുന്ന ഒരു വ്യവസ്ഥയാണത്. അതുകൊണ്ടാണ് അതിന് വാസ്തവത്തിൽ ഈ ഗ്ലോബൽ ആയിക്കഴിഞ്ഞ, ഈ ഒരു സാമ്രാജ്യമായി കഴിഞ്ഞ മൂലധന വ്യവസ്ഥയ്ക്ക് വാമ്പയർ ക്യാപിറ്റലിസം എന്നൊരു പേര് ഇന്ന് യഥാർത്ഥത്തിൽ ചേരുന്നത്. അത് ചോര കുടിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അതിനെതിരാണ് മുതലാളിത്തം. അത് പ്രകൃതിയെയും മനുഷ്യനെയും അധ്വാനത്തെയും എല്ലാത്തിനെയും ഊറ്റിക്കുടിക്കുകയാണ്. അതിന് പഴയ തരത്തിലുള്ള പ്രൊഡക്റ്റീവായ ഒരു കാര്യവുമില്ല. പഴയ ലോകനിക്ഷേപങ്ങളെ, പഴയ സംസ്കാരങ്ങളെ, പഴയ സൗന്ദര്യങ്ങളെ, പഴയ ശക്തികളെ എല്ലാറ്റിനെയും ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ ഇലോൺ മസ്കിൻ്റെ പല കമ്പനികളും ശൂന്യാകാശത്തെ പോലും വിടുന്നില്ല എന്ന് ആലോചിക്കണം. സമുദ്രാന്തർഭാഗത്തെ വിടുന്നില്ല. എന്തിന്? മനുഷ്യൻ്റെ തലച്ചോറിനകത്തെ പോലും ചിപ്പുകൾ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള കമ്പനിയാണ് അദ്ദേഹത്തിൻ്റെ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി തന്നെ. ഇങ്ങനെ ലോകത്തെ മുഴുവനും ഊറ്റിക്കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭീകര പ്രസ്ഥാനമായി, ശക്തിയായി ലോക മുതലാളിത്തം മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി, മനുഷ്യവംശം തന്നെ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ മുതലാളിത്ത കാലത്തെക്കുറിച്ച് പറയുമല്ലോ, ഫാക്ടറിയിലുള്ള തൊഴിലാളിയുടെ അധ്വാനം ചൂഷണം ചെയ്യുന്ന മുതലാളിത്ത വ്യവസ്ഥയെന്ന് പറയും. ഇപ്പോൾ നമുക്ക് പറയാവുന്നത് ഗ്ലോബൽ ഫാക്ടറിയാണ്. ലോകം തന്നെ ഒരു ഫാക്ടറിയാണ്. ഈ ഫാക്ടറിക്കുള്ളിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അതിൻ്റെ ഇരകളാണ്. അതുകൊണ്ടാണല്ലോ അമേരിക്കയിൽ ഒരു വലിയ മുന്നേറ്റം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായപ്പോൾ അവർ ഒരു മുദ്രാവാക്യം മുഴക്കിയത്,
90% ഞങ്ങളും 1% നിങ്ങളും എന്ന് പറഞ്ഞത്. കാരണം ബഹുഭൂരിപക്ഷം ആളുകളും ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. വളരെ വിരലിലെണ്ണാവുന്ന മനുഷ്യരിലേക്ക്, അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്ക്, കോർപ്പറേറ്റുകളിലേക്ക് ഈ സമ്പത്ത് കുന്നുകൂടുന്ന ഒരു പ്രക്രിയ വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഈ വിധത്തിൽ ജനാധിപത്യം ആവശ്യമില്ലാതായിത്തീരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഗ്ലോബൽ ക്യാപിറ്റൽ ചെയ്യുന്ന ഒരു ഭരണവ്യവസ്ഥയുണ്ട്. അത് ഒരു നവഫാസിസത്തിൻ്റേതാണ്. അവർ കാരണം സാമ്രാജ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടത് എന്താണ്? ഒരു സാമ്രാജ്യത്തിന് സാമന്തന്മാരെയാണ് വേണ്ടത്. അല്ലാതെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്തുണയ്ക്കുന്ന ജനതയെയോ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരെയോ അല്ല വേണ്ടത്, സാമന്തന്മാരെയാണ് സാമ്രാജ്യത്തിന് വേണ്ടത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും സാമന്തന്മാരെ പ്രതിഷ്ഠിക്കുകയാണ്. ആഗോള മൂലധന വ്യവസ്ഥ ചെയ്യുന്നത് അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. ലോകം മുഴുവൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ജർമ്മനിയുടെ കാര്യം പറഞ്ഞു, എല്ലാ സ്ഥലത്തും ഈ വലതുപക്ഷ ശക്തികൾ, ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. അതിന് ജനാധിപത്യം വേണ്ട. ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയമായി സാമ്പത്തികമായി നോക്കിയാലുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അതിൻ്റെ രാഷ്ട്രീയ വശം അതുപോലെ തന്നെ ഭീകരമാണ്. ഇങ്ങനെയൊരു അവസ്ഥയിലാണ്, ഇത് ഇന്ത്യയുടെ മാത്രമല്ല ലോകം തന്നെ നേരിടുന്ന ഒരു വലിയ വിപത്താണ്. ഈ വെല്ലുവിളിയെ നേരിടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാലോചിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഭയപ്പെടുന്നത്. കാരണം ഇതിനെ നേരിടാൻ ഇന്നത്തെ രാഷ്ട്രമീമാംസാ പദ്ധതി അനുസരിച്ച് എന്തെങ്കിലും മാർഗമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രമീമാംസാ പദ്ധതികൾക്കൊന്നും ഇങ്ങനെ ഒരു അവസ്ഥയെ നേരിടാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം ഇതിന് പുതിയ മാർഗങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇപ്പോൾ പുരോഗമന ശക്തികളെല്ലാം കൂടിച്ചേർന്ന് നിൽക്കുക, ഇതൊക്കെ പഴയ ഒരു ലിബറൽ രാഷ്ട്രീയത്തിൻ്റെ അന്തരീക്ഷത്തിൽ അത് ശരിയാവും. പക്ഷേ ഈ പറഞ്ഞ ലിബറൽ ശക്തികളെ നിലനിർത്തുന്ന സാമ്പത്തിക അടിത്തറ ഇന്നില്ല ലോകത്ത്. ദേശീയ മൂലധന വ്യവസ്ഥയില്ല. ദേശീയ മൂലധന വ്യവസ്ഥ മുതലാളിത്തത്തിനെതിരായി സമരം ചെയ്യുന്ന തരത്തിലുള്ള തൊഴിലാളി വർഗമില്ല. ഈ ഘടനയൊക്കെ തകർന്നു പോയിരിക്കുന്നു. നമ്മൾ പണ്ട് പുരോഗമന ശക്തികൾ എന്ന് പറയുന്നിരുന്നതിൻ്റെ ലിബറൽ മുതലാളിത്തം അടക്കമുള്ളതിൻ്റെ, തൊഴിലാളി വർഗം അടക്കമുള്ളതിൻ്റെ, അതിനെ നിലനിർത്തിയിരുന്ന അടിസ്ഥാന ശക്തികൾ തകർക്കപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഞാൻ അതിനെയാണ് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. ഇവിടെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ ചിന്താപദ്ധതിയല്ല, മാർക്സിസത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള വ്യത്യസ്ത ധാരകളുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ച ഗ്രാംഷിയൻ ചിന്ത എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. അപ്പോൾ അത് നമ്മൾ ഇന്ത്യയുടെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തിനൊരു സവിശേഷതയുണ്ട്. അവിടെയാണ് നമ്മൾ ലോക ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഈ ഒരു വിശദീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷത, ഇന്ത്യൻ ജനാധിപത്യം ഇപ്പോൾ ഏതാണ്ട് 75 കൊല്ലം കഴിഞ്ഞു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 75 കൊല്ലം നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു. ഇത് നമ്മളങ്ങനെ 75 കൊല്ലം എന്ന് പറയുന്നത് ഇതിന് ഈ സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ഉള്ള ലോകരാഷ്ട്രമീമാംസകന്മാരുടെ നിരീക്ഷണങ്ങളുണ്ട്, ലോകമാധ്യമങ്ങളുടെ നിരീക്ഷണങ്ങളുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങൾ മിക്കവാറും ഇന്ത്യക്ക് പ്രവചിച്ച ആയുസ്, ഇന്ത്യൻ ജനാധിപത്യത്തിന് പ്രവചിച്ച ആയുസ് 10 കൊല്ലമാണ്. അന്ന് അവർ പറഞ്ഞത് യൂറോപ്യൻ രാജ്യങ്ങൾ, പരസ്പരം ബന്ധമില്ലാതെ വ്യത്യസ്തമായി നിലകൊള്ളുന്ന യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും വ്യത്യസ്തമായ സംസ്കാരവും വ്യത്യസ്തമായ പാരമ്പര്യവും ഭാഷയും ഒക്കെയുള്ള ഒരു ജനതയ്ക്ക് എങ്ങനെ ഒരു രാഷ്ട്രമായിരിക്കാൻ കഴിയും? അതാണ്, എങ്ങനെയാണ് രാഷ്ട്രമായിരിക്കാൻ കഴിയുക? അങ്ങനെ അതൊരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല എന്നൊരു ധാരണയാണ് ലോകത്തന്ന് ഉണ്ടായിരുന്നത്. 10 വർഷമാണ്.
എന്നിട്ട് പറയുന്നു ഇന്ത്യയെക്കുറിച്ച് നല്ല ആഴത്തിൽ പഠിച്ചിട്ടുള്ള ജോൺ സ്ട്രാച്ചിയുടെ വളരെ പ്രസിദ്ധമായ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ കാലത്ത് ഈ ഇന്ത്യയിലേക്ക് വരുന്ന ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു പുസ്തകമാണ് ജോൺ സ്ട്രാച്ചിയുടേത്. ഇന്ത്യ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചില്ലെങ്കിൽ, അവർ അവരുടെ ലിബറൽ ജനാധിപത്യ വ്യവസ്ഥ ഇവിടെ നിലനിർത്തിയില്ലെങ്കിൽ, ഇവിടെ അവരുടെ ഭരണകൂടോപകരണങ്ങൾ ഇവിടെ വിന്യസിച്ചില്ലെങ്കിൽ, ഇതൊരു പ്രാകൃത രാജ്യമാണ് എന്നാണ്. ഈ പ്രാകൃത രാജ്യം നിലനിൽക്കില്ല എന്നാണ്. അതുപോലെ റുഡ്യാർഡ് കിപ്ലിംഗ്, വലിയ എഴുത്തുകാരനും കവിയും ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും അറിയുന്ന ആളാണ് റുഡ്യാർഡ് കിപ്ലിംഗ്. കിപ്ലിംഗ് പറഞ്ഞത് എന്താണ്? കിപ്ലിംഗ് പറഞ്ഞത് ഈ സ്ട്രാച്ചി പറഞ്ഞതുപോലെ തന്നെയാണ്. ഇന്ത്യക്കാർക്ക് സ്വയം ഭരണം സാധ്യമല്ല എന്നാണ്. കാരണം അതിനുള്ള ശക്തി അവർക്കില്ല. അവർ പഴയ പഴയ സാമ്രാജ്യ വ്യവസ്ഥയ്ക്കുള്ളിൽ അടിമകളായി അങ്ങനെ ഗോത്ര ജീവിതത്തിൽ മുഴുകിക്കിടക്കുന്ന ആൾക്കാരാണ്. അവർക്കെങ്ങനെയാണ് വ്യക്തിബോധം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് അങ്ങനെ ഒരു സമൂഹത്തിന് ജനാധിപത്യം വരുന്നതൊക്കെയാണ് റുഡ്യാർഡ് കിപ്ലിംഗ് തന്നെ അന്ന് ചോദിച്ചത്. എന്തിനു പറയുന്നു? ചർച്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ സ്വാതന്ത്ര്യലബ്ധിയുടെ വക്കിലെത്തിയപ്പോൾ ചർച്ചിൽ പറഞ്ഞത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നത് ഒരു ക്രിമിനൽ കുറ്റമായിരിക്കും എന്നാണ്. കാരണം എത്രയോ ഭാഷകളും സംസ്കാരങ്ങളും കൂടിക്കിടക്കുന്ന ഒരു ജനതയെ നിങ്ങൾ തമ്മിലടിച്ച് നശിക്കാൻ വിടുകയായിരിക്കും എന്നാണ് ചർച്ചിൽ പറഞ്ഞത്. അങ്ങനെ ഒരു രാജ്യം എന്തുകൊണ്ട് 75 കൊല്ലം ഇവരുടെ എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യ നിലനിന്നു എന്ന ചോദ്യം നാം ചോദിക്കണം. ഇതിനുള്ള ഒരു ഉത്തരമേ ഉള്ളൂ. ഇന്ത്യൻ ജനത ബ്രിട്ടീഷുകാരെ പോലെ ആയിരിക്കില്ല. അവരെപ്പോലെ പരിഷ്കാരികളായിരിക്കില്ല. അവരെപ്പോലെ സാക്ഷരരായിരിക്കില്ല. പക്ഷേ ഇന്ത്യയുടെ അടിത്തട്ടിലുള്ള ജനതയുടെ സംഘടിത ശക്തിയുണ്ടല്ലോ, ആ കീഴാള ശക്തി, ഒരു സബോൾട്ടേൺ പവർ എന്ന് പറയുന്നത് ഒരു മഹാശക്തിയാണ്. ഇത് ഈ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയില്ല. ഈ ശക്തി എന്താണെന്നുള്ളത് ഇത് നമ്മൾ കണ്ടെത്തിയില്ല എന്നുള്ളത് ഈ സബോൾട്ടേൺ പൊളിറ്റിക്കൽ പവറിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പ്രധാന കാരണം നമ്മൾ ചരിത്രം ശരിക്കും പഠിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുതലാണല്ലോ നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുന്നത്. ഇതിൽ ഈ സ്വാതന്ത്ര്യ സമരം നമ്മൾ 1857 മുതൽക്കാണ് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ അവിടെ മുതലാണ് നമ്മൾ സ്വാതന്ത്ര്യ സമര ചരിത്രം. എന്നാൽ യഥാർത്ഥത്തിൽ അതിനും ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ 1774 മുതൽക്ക് തന്നെ ആദിവാസി കലാപങ്ങൾ ഇന്ത്യയിൽ തുടങ്ങുന്നുണ്ട്. വൻപിച്ച ആദിവാസി കലാപങ്ങൾ. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം അവിടെ നിന്നല്ല തുടങ്ങുന്നത്. നമ്മൾ 57 നിന്നാണ് തുടങ്ങുന്നത്. 1774 വലിയ ഏതാണ്ട് അതിനുശേഷമുള്ള കാലത്ത് ഇന്ത്യയിൽ 135ഓളം ഗോത്രകലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഗോത്രജനത ഈ പറയുന്നത് പോലെ അപരിഷ്കൃതരോ ഇവരുടെ പാശ്ചാത്യ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മനുഷ്യർ പോലുമല്ല. അതാണ്, മനുഷ്യർ പോലുമല്ലാത്തവർ അവർ ജീവൻ കൊടുത്ത് സമരം ചെയ്തു. ഈ 135ഓളം സമരങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൽബ പ്രക്ഷോഭത്തിലൊക്കെ ബംഗാൾ പ്രൊവിൻസിയിലാണ് ഹൽദ പ്രക്ഷോഭത്തിൽ 90 ലക്ഷം ആദിവാസികൾ പങ്കെടുത്ത കലാപം ആണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതുപോലെ മുണ്ട കലാപം, ഇങ്ങനെ എത്രയോ കലാപങ്ങൾ, ചരിത്രത്തിൽ വേണ്ടത്ര സ്ഥാനം പിടിക്കാതെ പോയ കലാപങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യൻ ജനതയാണ്. ഇന്ത്യൻ ജനതയുടെ അടിത്തട്ടിലുള്ള മഹാശക്തിയാണ് ആ കലാപങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. അതായത് ഉടൻ മുതലാണ് സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കാണുകയാണെങ്കിൽ ഇന്ത്യയുടെ അടിത്തട്ടിൻ്റെ ശക്തി, അതിൻ്റെ ജനാധിപത്യ ശക്തി വളരെ മഹത്താണ്. അത് ബ്രിട്ടീഷ് കണ്ണുകളിലൂടെ, ലിബറലിസത്തിൻ്റെ കണ്ണുകളിലൂടെ, സോവിയറ്റ് മാർക്സിസത്തിൻ്റെ കണ്ണുകളിലൂടെ ഒന്നും കാണാൻ കഴിയുന്നതല്ല ആ ശക്തി.
അങ്ങനെ ഒരു മഹാശക്തിയുണ്ട്. ഇന്ത്യയിൽ ഈ 75 കൊല്ലം ഭരണം നിലനിന്നത് ഈ അടിത്തട്ടിലുള്ള ശക്തിയുണ്ടല്ലോ, ആ മഹാശക്തി. ഞാൻ ഈ ആദിവാസികൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള കൈവേലക്കാരും ദളിതരും ഒക്കെ അടങ്ങുന്ന, സാധാരണക്കാരും ഒക്കെ അടങ്ങുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനതയുടെ സ്വാധികാരം, അതാണ് അവരുടെ ആ സ്വച്ഛന്ത ശക്തി എന്ന് പറയുന്നത്. ഇതൊരു രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വ്യത്യസ്ത സങ്കല്പമാണിത്. അധികാരമെന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റേത് മാത്രമാണെന്നാണ് നമ്മുടെ പൊതുധാരണ. അധികാരം ഭരണകൂടത്തിൻ്റേത് മാത്രമല്ല എന്ന് ഇന്ന് പൊളിറ്റിക്കൽ തിയറി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ശക്തിയെ നാം തിരിച്ചറിയാത്തതിൻ്റെ, അതിനെ കണ്ടെത്താത്തതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടം നമ്മളെ ഇത്രയും 25 കൊല്ലക്കാലം ഭരിച്ചു എന്നാണ്. വാസ്തവത്തിൽ ഈ ഭരണം നിലനിന്നത് തന്നെ എന്താണ്? ഈ ഭരണകൂടത്തിൻ്റെ അധികാരവും അടിത്തട്ടിലുള്ള ജനതയുടെ അധികാരവും തമ്മിലുള്ള ഒരു സന്ധിയിൽ നിന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെല്ലാം പ്രതിഫലിക്കുന്നത് അതാണ്. അടിത്തട്ടിലുള്ള ജനതയാണ്. ആ ജനതയും ഭരണകൂട യന്ത്രവും തമ്മിലുള്ള ഒരു സന്ധിയിലൂടെയാണ് ഈ കഴിഞ്ഞ 75 കൊല്ലവും കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോഴും ഒരു പ്രതിസന്ധി സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ ദേശീയ മുതലാളിത്തം ഇല്ലാതാകുന്നതോടുകൂടി ദേശീയ ബൂർഷ്വാസി ഇല്ലാതാകുന്നു. ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ നേരിടുന്ന പ്രതിസന്ധി അതാണ്. കാരണം അവർക്ക് സാമ്പത്തിക വർഗ അടിത്തറ ഇല്ലാതായി കഴിയുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ ഫാസിസ്റ്റ് ശക്തികൾ മുന്നിലേക്ക് വരുന്നത്. ആ ശൂന്യതയിലാണ് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. കാരണം വർഗാടിത്തറയില്ലാത്തൊരു പാർട്ടി ആയി മാറുകയാണ്. ഈ ശൂന്യതയിൽ ഏറ്റവും ശക്തിയായി ഫാസിസ്റ്റ് ശക്തികൾ, കാരണം അത് ആഗോള മൂലധനത്തിൻ്റെ സാമന്തന്മാരെന്ന നിലയിൽ അവർ മുന്നോട്ട് വരികയും, അവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണല്ലോ നിലകൊള്ളുന്നത്, മുന്നോട്ട് വരികയും അവർ ഈ അടിത്തട്ടിലുള്ള ജനതയുടെ രാഷ്ട്രീയ ശക്തിയെ സ്വാംശീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ആ തന്ത്രങ്ങൾ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ് എന്ന് തോന്നുന്നു. അതായത് ഇതിനെപ്പറ്റി ഇപ്പോൾ ഈ കീഴാള ശക്തിയെക്കുറിച്ച്, ആ സബോൾട്ടേൺ സബ്ജക്റ്റിവിറ്റിയെക്കുറിച്ച്, ഭരണവർഗങ്ങളുടെ കർത്തൃത്വം മാത്രമല്ല, കീഴാള വർഗങ്ങളുടെ പൊളിറ്റിക്കൽ സബ്ജക്റ്റിവിറ്റി, ആ സബ്ജക്റ്റിവിറ്റിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ള ചിന്തകൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അന്റോണിയോ ഗ്രാംഷിയാണ്. അന്റോണിയോ ഗ്രാംഷിയുടെ ഈ സിദ്ധാന്തത്തെ, കീഴാള ശക്തിയുടെ കർത്തൃത്വത്തെക്കുറിച്ചുള്ള ആശയത്തെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്, ഇന്ത്യയിൽ എങ്ങനെയാണ് അതിൻ്റെ സാധ്യതകൾ എന്നതിനെക്കുറിച്ച് വിശദമായി പഠനം നടത്തിയിട്ടുള്ള ഒരു വലിയ ചരിത്ര ചിന്തകനാണ് ഈ പേര് വിട്ടുപോയി ഞാൻ, സബോൾട്ടേൺ സ്റ്റഡീസിൻ്റെ രണജിത് ഗുഹയാണ്. രണജിത് ഗുഹയുടെയും പാർത്ഥ ചാറ്റർജിയുടെയും അതുപോലെ ചക്രവർത്തി തുടങ്ങിയ ആളുകളുടെയൊക്കെ തന്നെയും ശ്രമഫലമായിട്ട് നിരവധി ഈ ഒരു സങ്കല്പത്തെ എങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് വരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവർ പറയുന്നത്, അവരുടെ ഒരു ഹെഗിമണിയെക്കുറിച്ചുള്ള, ഗ്രാംഷി പറയുന്ന ഹെഗിമണിയെക്കുറിച്ചുള്ള സങ്കല്പം, അത് കൊളോണിയൽ കാലത്തെ മുഴുവനും അവർ അപഗ്രഹിച്ചുകൊണ്ടാണ് ഈ കീഴാള ശക്തിയെ അവർ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത്. കൊളോണിയൽ കാലത്ത് കൊളോണിയൽ ഹെഗിമണി എന്നത് ബ്രിട്ടീഷുകാർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. കൊളോണിയൽ അധിനിവേശവും ഒരു ഡോമിനൻസും പൊളിറ്റിക്കൽ ആധിപത്യവും മാത്രമാണ്. ഭരണകൂടം കൊണ്ട് അവർ പൊളിറ്റിക്കൽ ആധിപത്യം സ്ഥാപിച്ചു എന്ന് മാത്രമാണ്. പക്ഷേ ഈ ജനതയുണ്ടല്ലോ, അവരുടെ ഹെഗിമണി ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ വിവിധ സമുദായങ്ങളായിട്ട് ജീവിക്കുന്ന നമ്മളിപ്പോൾ ഇന്ത്യ മുഴുവനും വ്യത്യസ്ത സമുദായങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. ഈ കീഴാള സമുദായങ്ങൾ എന്ന് പറയുന്നത്, ഈ സമുദായങ്ങൾക്കെല്ലാമുള്ള ആ രാഷ്ട്രീയ ശക്തിയുണ്ടല്ലോ, അവരുടെ ഹെഗിമണിയെ അവർ വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് ചെറുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പ്രവർത്തിച്ചത്. മറ്റേത്
ബ്രിട്ടീഷുകാർക്കുള്ളത് അവരുടെ ഭരണകൂട അധികാരം മാത്രമാണ്. ഈ ഹെഗ്മണിയുടെ ചരിത്രം അത് വളരെ പഴയ കാലം മുതൽക്ക് തന്നെ ഉള്ളതാണ്. അങ്ങനെയാണ് ഈ ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത്. വാസ്തവത്തിൽ നേരത്തെ തന്നെ ഇപ്പോൾ ഗാന്ധി നടത്തിയ സമരങ്ങളിൽ സത്യഗ്രഹം എന്ന് പറഞ്ഞാൽ വളരെ പഴയ കാലം മുതൽക്ക് തന്നെ ഇന്ത്യൻ ജനത നടത്തിപ്പോകുന്നതാണ് സത്യഗ്രഹ സമരം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വേലുത്തമ്പി നടത്തിയ സമരം, അതുപോലെ രാജകുടുംബങ്ങൾക്ക് മുമ്പിൽ, രാജകൊട്ടാരങ്ങൾക്ക് മുമ്പിൽ ആളുകൾ വന്ന് നിരാഹാരമനുഷ്ഠിക്കുന്ന സമരരീതികൾ രാജാക്കന്മാരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനേക്കാൾ വലിയൊരു സമരരീതി ഇന്ത്യൻ സാധാരണ ജനത സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ദേശത്യാഗം എന്ന് പറഞ്ഞിട്ട് തിരുവിതാംകൂർ രാജാക്കന്മാർക്കെതിരായിട്ട് തെക്കൻ തിരുവിതാംകൂറിലെ നാടാർ കർഷക സമൂഹം അത്തരം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം രാജാവ് നിന്ന് ഏതെങ്കിലും അനിഷ്ടമായ കാര്യങ്ങൾ ഈ കർഷക സമൂഹത്തിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരാദ്യം അഭ്യർത്ഥിച്ചു കഴിഞ്ഞ് അവർ രാജകൊട്ടാരത്തിന് മുമ്പിൽ നിരാഹാരമിരിക്കും. പട്ടിണി എന്നാണ് പറയുക. കാരണം സംഘകാല കൃതികൾക്ക് മുതലുണ്ടല്ലോ പട്ടിണി എന്ന് പറയുന്ന രൂപങ്ങൾ. പട്ടിണി കിടക്കും. അതൊന്നും കൊണ്ട് നടന്നില്ലെങ്കിൽ അവർ ദേശത്യാഗം നടത്തും. ഒരു കർഷക സമൂഹം മുഴുവനും അവരുടെ കുടുംബസഹിതം വളർത്തുമൃഗങ്ങളടക്കം കാട് കയറി പോവുകയാണ്. അവർക്ക് കാട്ടിൽ പോയാലും ജീവിക്കാൻ പറ്റും. കാട് കയറി പോവുകയാണ്. തിരുവിതാംകൂറിൽ അങ്ങനെ ഒരു സമരം നടന്നിട്ട് തിരുവിതാംകൂർ മന്ത്രി ഇവരെ തിരിച്ചു വിളിക്കാൻ പോയിട്ട് അവർ തിരികെ വന്നില്ല. അവസാനം മഹാരാജാവ് തന്നെ കാട്ടിൽ എഴുന്നള്ളി അവരെ വിളിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അതാണ് അവരുടെ ശക്തി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഉള്ള ഇന്ത്യ അത് പല ഭാഗങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ബീഹാറിൽ നടന്നിട്ടുള്ള ലോഹകാരന്മാരുടെ സമരം, ഇവരൊന്നും നമ്മൾ ഈ പാശ്ചാത്യ കാഴ്ചപ്പാടിലൂടെ കാണുന്നത് പോലെ ഇവരൊന്നും നിരക്ഷരരായ പ്രാകൃതരായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ, ഇപ്പം മാർക്സ് ബംഗാളിലെ നെയ്ത്തുകാരെ കുറിച്ച് പറയുമ്പോൾ ചെലന്തിയെ തോൽപ്പിക്കുന്ന കരകൗശലമുള്ളവരാണ് ബംഗാളിലെ നെയ്ത്തുകാർ. ലോകോത്തരമായിട്ടുള്ള മെറ്റലർജി ഇന്ത്യയിലുണ്ടായിരുന്നു. അതെല്ലാം സാധാരണ മനുഷ്യരുടേതാണ്. അങ്ങനെ എന്തെല്ലാം തരത്തിൽ ഇപ്പം ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണങ്ങൾ നമ്മുടെ കേരളത്തിലടക്കം ഉണ്ടായിരുന്ന ഇതൊക്കെയും ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ കരകൗശലത്തിൻ്റെ, അവരുടെ ഭാവനയുടെ ഒക്കെ ശക്തിയുടെ ഭാഗമായിട്ടാണ് രൂപപ്പെട്ടിരുന്നത്. ഈ ഒരു വസ്തുത മുഖ്യധാരയ്ക്ക് അല്ലെങ്കിൽ ആധിപത്യത്തിന്, അധികാര ശക്തിക്ക് ചെറുക്കാൻ കഴിയാത്ത ഈ ശക്തിയെ നാം തിരിച്ചറിയുന്നില്ല, കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഇതിനുള്ള ഈ ഹെഗമണിയെ തിരിച്ചറിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ സമുദായങ്ങളെല്ലാം ഉണ്ടല്ലോ, വലിയ സമുദായങ്ങളാണെന്ന് എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം. ഇവരെല്ലാം ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടെന്ന് പറയാനുള്ളത് ഏറെക്കുറെ. എന്നാലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സമുദായങ്ങളെ നോക്കും. കാൻഡിഡേറ്റ്സ് നിർത്താനായാലും വോട്ട് പിടിക്കാനായാലും ഒക്കെ നോക്കും. അങ്ങനെയല്ല ചെയ്യില്ല. ഇന്ത്യയിൽ എവിടെയാണ് അങ്ങനെയല്ലാതുള്ളത്? ഇന്ത്യക്കാരിൽ 90% വോട്ട് ചെയ്യുന്നത് സമുദായങ്ങൾക്കാണ്. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് തയ്യാറല്ല. നമ്മൾ പരസ്യമായിട്ട് 90% വോട്ട് ചെയ്യുന്നത് സമുദായങ്ങൾക്കാണ് എന്നുള്ളതാണ് വാസ്തവം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയക്കാരെല്ലാം ഇവരെ വോട്ട് ബാങ്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കീഴാള ശക്തിയെ വോട്ട് ബാങ്കായിട്ടാണ് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഓരോ സംസ്ഥാനങ്ങളും പരിശോധിച്ചാൽ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ ഒക്കലിംഗ അല്ലെങ്കിൽ ലിംഗായത്ത്, ഇപ്പോൾ കർണാടകത്തിൽ തന്നെ ഇതുപോലത്തെ വലിയ ഇപ്പോൾ തേവർമാർ, അതുപോലെ നാടാർമാർ, യാദവന്മാർ, ഇങ്ങനെ എത്രയെത്ര 300-ലേറെ വലിയ സമുദായങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ സമുദായങ്ങളെയൊക്കെ എന്താണ്, ആ സാമുദായിക ജീവിതത്തിൻ്റെ ആ കീഴാള ശക്തിയെ, അതിൻ്റെ രാഷ്ട്രീയ ശക്തിയെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഇവരെ പ്രത്യേകിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളായി മാത്രം കാണുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി അവരെ പുറമേ നിന്ന് പ്രീണിപ്പിക്കുന്നു.
ഇവരാരും പരസ്യമായി ചെയ്യില്ല. അവിടെയാണ് അതിൻ്റെ അപകടമിരിക്കുന്നത്. ഒരാളും ഒരു പുരോഗമനവാദിയും നിങ്ങൾ ജാതിയുടെ പേരിൽ വോട്ട് ചെയ്യണമെന്ന് പറയില്ല. പക്ഷേ ജാതിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തും. എന്നിട്ട് അങ്ങനെ ഇൻഡയറക്റ്റായിട്ട് ജാതിയുടെയോ സമുദായത്തിൻ്റെയോ പേരിൽ വോട്ട് തേടും. ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഈ പറയുമ്പോൾ ഇത് നിങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരെല്ലാം ഈ ഒരു ഫാക്ട് നിങ്ങൾ സമ്മതിക്കും. ഇന്ത്യയിൽ ഈ 90% വോട്ടും പോകുന്നത് സമുദായങ്ങൾക്കാണെന്നും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒന്നൊഴിയാതെ ഇതാണ് ചെയ്യുന്നത്, ഈ പുരോഗമന കക്ഷികളടക്കം ചെയ്യുന്നത് ഇതാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ടല്ലോ. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇവർ എല്ലാം ഈ നമ്മൾ പറയുന്ന പുരോഗമന ശക്തികളെല്ലാം പിൻവാതിലിലൂടെയാണ് സമീപിക്കുന്നത്. അല്ലേ? ഇത് പിൻവാതിൽ സമീപനമാണ്. ജനാധിപത്യത്തിന് വോട്ട് യാചിക്കാൻ ഇവരുടെ പിന്നിലൂടെയാണ് ചെല്ലുന്നത്, നേരിട്ട് ചെല്ലുന്നില്ല. ഇവിടെ സംഭവിക്കുന്ന അപകടമെന്ന് പറഞ്ഞ എന്താണ്? പിൻവാതിലിലൂടെ ചെല്ലുന്ന ഒരു ഭീരുവിനേക്കാൾ മുൻവാതിലിലൂടെ ചെല്ലുന്ന ഒരു ഭീകരനെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ബി ജെ പിക്കാരൻ അങ്ങനെ പിൻവാതിലൂടെ ചെല്ലുന്നില്ല. അവൻ ഇന്ത്യൻ ഈ സബോൾട്ടേൺ ക്ലാസസിനെ, ഈ കീഴാള വർഗങ്ങളെ ഒക്കെ മുൻവാതിലിലൂടെ സമീപിക്കുന്നു. എന്തു പറഞ്ഞിട്ടാ? അവരുടെ സാമുദായിക ശക്തിയോ രാഷ്ട്രീയ ശക്തിയോ പറഞ്ഞിട്ടല്ല, നിങ്ങളെല്ലാം ഹിന്ദുക്കളാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ ഈ കീഴാള അസ്തിത്വമുണ്ടല്ലോ, ആ സബോൾട്ടൺ എക്സിസ്റ്റൻസ്, അതിനെ അവഗണിക്കപ്പെടുന്നതിൻ്റെ അവസരം മുതലെടുത്തുകൊണ്ട് ഇതിനെ മുഴുവനും, ഈ ശക്തികളെ മുഴുവനും, ഇന്ത്യൻ കീഴാള ജനതയുടെ രാഷ്ട്രീയ ശക്തികളെ മുഴുവനും ഇവർ വർഗീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വർഗീയ ശക്തിയാക്കിയിട്ട് അതിനെ ഒരു ഫാസിസത്തിന് അനുകൂലമായിട്ട് പരിണമിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പരിവർത്തനം ഈ ആഗോള പശ്ചാത്തലത്തിൽ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ, ഈ പിടികൂടാനായിട്ട്. എല്ലാവരും ഈ ജനതയുടെ സാമുദായിക ജീവിതത്തിൻ്റെ ശക്തികളെ അവഗണിക്കുമ്പോൾ അതിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം വിജയിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഇവിടെ നാം പരിശോധിക്കേണ്ട ഒരു കാര്യം, ഈ ജനാധിപത്യത്തെ, ഇന്നത്തെ ഈ പ്രതിസന്ധിയെ ഇന്ത്യ ഈ പറഞ്ഞ ആഗോള മുതലാളിത്തത്തിൻ്റെ ദല്ലാളന്മാരായിട്ടുള്ള വർഗീയ ഫാസിസ്റ്റുകളുടെ കയ്യിൽ ഇന്ത്യൻ ജനത കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ആ ഒരു അപകടകരമായ പ്രക്രിയയുണ്ടല്ലോ, ഈ പ്രക്രിയയെ ചെറുക്കുന്നതിനുള്ള മാർഗങ്ങൾ തുറക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ പുതിയ ജനാധിപത്യത്തിൻ്റെ ശക്തികളെ ഉയർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ അടിത്തട്ടിലുള്ള ശക്തികളെ സ്വാതന്ത്ര്യ സമര കാലത്തെന്നതുപോലെ, ഗാന്ധി ചെയ്തതുപോലെ, കാരണം ഗാന്ധി അതിന് ശ്രമം നടത്തിയിരുന്നു. ഇത് ഗാന്ധി ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ, ഗാന്ധിയുടെ പദ്ധതികൾ നടപ്പാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ സംഭവിക്കുക. അതാണ് സ്വാതന്ത്ര്യലബ്ധിയുടെ കാലം. സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഗാന്ധി പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചുവിടണമെന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ഗാന്ധി പറഞ്ഞത് അടുത്ത രാഷ്ട്രീയ പ്രക്രിയ ആരംഭിക്കണമെന്നാണ്. ഇന്ത്യക്ക് ഇപ്പോൾ ലഭിച്ചത് വെറും പാർലമെൻ്ററി സ്വരാജാണ്. പാർലമെൻ്ററി സ്വരാജിന് ശേഷം പൂർണ്ണ സ്വരാജിലേക്കുള്ള വിപ്ലവം നയിക്കണം എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഗാന്ധി അന്ന് റാം മനോഹർ ലോഹിയും ജയപ്രകാശ് നാരായണനും ഒക്കെ ഉൾപ്പെടുന്ന പുതിയൊരു പദ്ധതി തന്നെ ആവിഷ്കരിക്കാൻ തുനിയുന്നത് എന്നുള്ളതാണ്. അത് വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ആ പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റാം മനോഹർ ലോഹിയും അംബേദ്കറും തമ്മിലുള്ള ആ കാലത്തെ കത്തിടപാടുകൾ ശ്രദ്ധിക്കുന്നവർക്കത് മനസ്സിലാവും. കാരണം എങ്ങനെയായിരുന്നു പുതിയ ഒരു മുന്നേറ്റം, ഇന്ത്യയുടെ അടിത്തട്ടിൽ നിന്നുള്ള ശക്തികളുടെ മുന്നേറ്റം എങ്ങനെയായിരുന്നു രൂപപ്പെടാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷെ അതൊന്നും ആദ്യം ഗാന്ധിക്കുണ്ടായിരുന്നത് ഈ ഫാസിസ്റ്റ് ശക്തികളെ, ആ ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യൻ അടിത്തട്ടിലുള്ള ജനതയെ എങ്ങനെ കറപ്റ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച്. അതാണ് കാരണം ഈ ഇന്ത്യ വിഭജനത്തെ തുടർന്ന്
പാകിസ്ഥാനിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി വന്ന ഹിന്ദുക്കളെല്ലാം വലിയ മൈതാനങ്ങളിൽ, ഡൽഹിയിലെ മൈതാനങ്ങളിൽ മുറിഞ്ഞ ശരീരവും നഷ്ടപ്പെട്ട ബന്ധുക്കളുമായി ചോരയൊലിച്ച് കൂടാരങ്ങളിൽ കഴിയുമ്പോൾ അതിനുള്ളിൽ കടന്നത് മുഴുവനും RSSകാരാണ്. RSSകാരെ കണ്ടിട്ടാണ് നിങ്ങളെ കൊന്ന മുസ്ലിമിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ കടന്നത്. അങ്ങനെ ഇന്ത്യയെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഘട്ടത്തിൽ വെച്ച് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തിയിരുന്നത്. ആ പ്രവർത്തനത്തെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചുവിട്ടിട്ട്, ഞാൻ പിരിച്ചുവിട്ടിട്ടെന്ന് പറയുന്നത് ഗാന്ധി മനസ്സുകൊണ്ട് പിരിച്ചുവിട്ടിരുന്നു. വാസ്തവത്തിൽ ആ പിരിച്ചുവിട്ടിട്ട് അടുത്ത പ്രവർത്തനം ആരംഭിക്കുന്നത്. ഗാന്ധി അതിനാദ്യം തൻ്റെ മുന്നിൽ കണ്ട ഒരു പ്രവർത്തനം എന്ന് വെച്ചാൽ ഈ വിഭജിക്കപ്പെട്ട ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയ വിഭജനത്തെ അടിത്തട്ടിലുള്ള ജനതയുടെ ഐക്യം കൊണ്ട് ഊട്ടിയുറപ്പിക്കുക എന്നതായിരുന്നു ഗാന്ധിയുടെ ആദ്യത്തെ ലക്ഷ്യം. അതിനുവേണ്ടി ഗാന്ധി പ്ലാൻ ചെയ്തത് നമ്മൾ ദണ്ഡിയാത്ര പോലെ ഒരു പുതിയ യാത്രയാണ് ഗാന്ധി പ്ലാൻ ചെയ്തത്. പാകിസ്ഥാനിൽ നിന്നും മുറിവേറ്റ് സമസ്തവും നഷ്ടപ്പെട്ട് ഓടി വന്ന ഹിന്ദുക്കളെ നയിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനിലേക്കൊരു ദീർഘ പദയാത്ര നടത്തുക എന്നതാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് മുസ്ലിങ്ങളെ കൊണ്ടുവരാനായിട്ട് ഒരു പദയാത്ര നടത്തുക. ഈ വിധത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു ഗാന്ധി. അതിനെ തുടർന്ന് അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഗാന്ധിയുടെ പേഴ്സണൽ ഡോക്ടറായിരുന്ന സുശീല നയ്യരെ ജിന്നെ കാണാനായിട്ട് വിടുന്നത്. ഗാന്ധി വെടിയേറ്റ് മരിക്കുമ്പോൾ പേഴ്സണൽ ഡോക്ടർ അടുത്തില്ലാതിരുന്നത് അതുകൊണ്ടാണ്. അവർ ഈ പദ്ധതി ആവിഷ്കരിക്കാൻ പോയതാണ് അവിടെ. പക്ഷേ ആ പദ്ധതി ഗാന്ധി മരിച്ചത് കാരണം മുന്നോട്ട് പോയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഗാന്ധിയുടെ പദ്ധതിയിൽ ഇതുണ്ടായിരുന്നു എന്നുള്ളതാണ്. അംബേദ്കറുടെ പദ്ധതിയിൽ ഇതുണ്ടായിരുന്നു. അംബേദ്കർ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതി അവസാനിപ്പിക്കുന്ന ദിവസം, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അവസാന ദിവസം 1949 നവംബർ 25 അന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രേഖകൾ മുഴുവൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയിട്ട് അതിൻ്റെ അടിയിൽ അവസാന ഒപ്പ് ഇട്ടതിന് ശേഷം അംബേദ്കർ നടത്തിയ ദീർഘമായൊരു പ്രഭാഷണമുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രേഖകളിൽ ആ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അംബേദ്കർ പറയുന്ന കാര്യമുണ്ട്. അതാണ് ഇതിപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മളത് ആലോചിച്ച് നോക്കേണ്ടതാണ്. അംബേദ്കർ പറയും, ഗാന്ധി പറഞ്ഞതുപോലെ തന്നെയാണ്. ഗാന്ധി പറഞ്ഞു, ഇത് നമുക്ക് പാർലമെൻ്ററി സ്വരാജാണ്, അത് കോൺഗ്രസ്സുകാരെടുത്തോട്ടെ, ജനങ്ങളുടെ സ്വരാജ് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അംബേദ്കറും പറഞ്ഞത് ഇത് തന്നെയാണ്. അതായത് ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് നമുക്ക് സാമൂഹ്യ ജനാധിപത്യം, സാമൂഹ്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഇനിയും. നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഇനിയും. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം. ഇത് മുന്നോട്ട് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ രാഷ്ട്രീയ ജനാധിപത്യമുണ്ടല്ലോ, അതും കൂടി നഷ്ടമാകും. സാമ്പത്തിക ജനാധിപത്യവും സാമൂഹ്യ ജനാധിപത്യവും നടപ്പാക്കുമ്പോൾ മാത്രമേ, അതിനുള്ള ശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒരു പൂർണ്ണ ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റാൻ കഴിയൂ എന്നാണ് അംബേദ്കറും പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് നഷ്ടമായി. അതാണ് അംബേദ്കറെയും ലോഹിയയുടെ കത്തിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ലോഹിയ ഗാന്ധി മരിച്ചതിന് ശേഷവും ഈ ശ്രമങ്ങൾ തുടരാനുള്ള ഉള്ള പദ്ധതികൾ ഇട്ടിരുന്നു. അതിൽ ഗാന്ധിയുടെ അഭിപ്രായവും അതിൽ ഉള്ളടങ്ങിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഗാന്ധി മരിച്ചപ്പോൾ ലോഹിയ പറയുന്നത്, ഇന്ത്യൻ ജനതയുടെ നേതാവ് പോയി. അംബേദ്കറോട് പറയുന്നതാണ്, ഇനി ഇന്ത്യൻ ജനതയുടെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് നിങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇനി ഗാന്ധിയുടെ കസേരയിലേക്ക് നിങ്ങൾ വരണം എന്നാണ്. ഇത് നമ്മൾ കേട്ടാൽ തോന്നും അംബേദ്കർ സമ്മതിക്കില്ല എന്ന് തോന്നും. അംബേദ്കർ അത് സമ്മതിച്ചു. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന സ്വന്തം പാർട്ടി പിരിച്ചു വിട്ടു അംബേദ്കർ. എന്തിന്? പുതിയ സമരം തുടങ്ങാൻ, പുതിയ കീഴാള സമരം ആരംഭിക്കാൻ, കീഴാള സ്വാതന്ത്ര്യ സമരം നടത്താൻ ആയിട്ട്. പക്ഷെ അതൊക്കെ നടക്കാതെ പോയി. ആ നടക്കാതെ പോയ ആ വിടവിൽ ആണ് ഈ ഭീകര ശക്തികളുണ്ടല്ലോ,
അന്നവർക്ക് വലിയ എന്തുകൊണ്ടാണ് RSSന് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായില്ല? അവർ നിരോധിക്കപ്പെട്ടു. അവർക്കുണ്ടാവാതിൻ്റെ കാരണം അന്നിവിടെ ദേശീയ ബൂർഷ്വാസി ശക്തനാണ്. ശക്തനായ ദേശീയ ബൂർഷ്വാസിയെ ഒരു ചെറിയ ഫാസിസ്റ്റ് ശക്തിക്ക് നേരിടാൻ കഴിയില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല സംഭവം. ദേശീയ മുതലാളിത്തം തകർക്കപ്പെടുകയും ദേശീയ ബൂർഷ്വാസി പരാജയപ്പെടുത്തപ്പെടുകയും ചെയ്തപ്പോൾ അവർ രംഗത്തേക്ക് വന്നു. ഈ വിടവിൽ അവർ ഇന്ത്യൻ കീഴാള ജനതയെ കീഴടക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. സമയം ഉണ്ടോ ഇനി? അപ്പോൾ ഇവിടെ ഞാനിത് ഇവിടെ വെച്ച് നിർത്തിയാൽ അത് അപൂർണമായി പോകും. പക്ഷേ ഇതിലേക്കുള്ള വഴി ഇപ്പം നമുക്ക് അംബേദ്കറും പോയി, ലോഹിയയും പോയി, ഗാന്ധിയും പോയി. അവരൊക്കെ തുടങ്ങിയിരുന്നു അവിടെ. ഇനി നമ്മൾ തുടങ്ങണം എന്നുള്ളതാണ്. ഇനി നമ്മൾ തുടങ്ങുന്നതിന് നമ്മുടെ മുമ്പിലുള്ള പാഠങ്ങൾ ഇവരുടെയൊക്കെ പാഠങ്ങൾ തന്നെയാണ് വാസ്തവത്തിലുള്ളത്. അതിനപ്പോൾ കേരളത്തിലെ കാര്യമെടുത്താൽ ശ്രീനാരായണ ഗുരു ഈ സാമുദായിക ശക്തിയെ ആഴത്തിൽ തിരിച്ചറിഞ്ഞിരുന്ന ഒരാളാണ്. നമ്മൾ ആ വിധത്തിൽ നാരായണ ഗുരുവിനെ പഠിച്ചിട്ടില്ല. കാരണം നാരായണ ഗുരു പറഞ്ഞു, ഈഴവരാണല്ലോ അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്നത്. നാരായണ ഗുരു പറഞ്ഞു, ഈഴവർ ഒരു ജാതിയല്ല, ഈഴവർ ഒരു സമുദായമാണ്. ഈ സമുദായം എന്നത് എന്താണ്? മനുഷ്യ സമുദായമാണ്. അതൊരു വിഭാഗീയ സമുദായമല്ല, അതൊരു മനുഷ്യ സമുദായമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സമുദായത്തെ ഞാൻ പറയുന്നത്, ഈ സാമുദായികമായ വിഭജനത്തെ പുതിയൊരു ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ശക്തി കൊണ്ട് വികസിപ്പിക്കണം. എന്തിലേക്ക്? മനുഷ്യ സമുദായത്തിലേക്ക്. ഗാന്ധി അതാണ് ശ്രമിച്ചത്. ഹിന്ദു സർവധർമ്മ സമഭാവം എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി ഏതെങ്കിലും വിശ്വാസങ്ങളിൽ ആളുകളെ തളച്ചിടാനല്ല, ഏതെങ്കിലും സാമുദായികതയിൽ തളച്ചിടാനല്ല, അവരുടെ സാമുദായികമായ ജീവിത ശക്തികളെ വികസിപ്പിക്കണം. അത് വികസിപ്പിച്ചിട്ട് മനുഷ്യ സമുദായമാക്കി മാറ്റണം എല്ലാവരെയും എന്നുള്ളതാണ്. അല്ലാതെ തള്ളിക്കളയുകയല്ല ചെയ്യേണ്ടത്. ഈ വിധത്തിലുള്ളൊരു പ്രക്രിയയുണ്ടല്ലോ. എന്നുവെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ സമുദായങ്ങളെയൊക്കെ പുരോഗമനവാദികൾ പിൻവാതിലിലൂടെ വോട്ട് ബാങ്കുകളെ സമീപിക്കുന്നത് പോലെ സമീപിക്കാതെ മുൻവാതിലിലൂടെ അവരുടെ വൈകാരിക ലോകങ്ങളെ അപ്രോച്ച് ചെയ്യണം. അതാണ് ഗ്രാംഷി പറഞ്ഞത്. അവരുടെ വൈകാരിക ലോകങ്ങളെ സമീപിക്കുകയും ശ്രീനാരായണനും ഗാന്ധിയും അംബേദ്കറുമൊക്കെ തുടർന്നതുപോലെ അവരുടെ ജീവിത ശക്തികളെ വികസിപ്പിക്കണം, വിഭാഗീയതയ്ക്ക് അതീതമായി. അതാണ് നാരായണ പറഞ്ഞത്, ഈഴവർ ഒരു ജാതിയല്ല. അവസാനം നടരാജഗുരുവിനെ ശിവഗിരി മഠം തള്ളിക്കളഞ്ഞപ്പോൾ നാരായണ ഗുരു ഒരു ഘട്ടത്തിൽ നടരാജഗുരുവിനോട് പറയുന്നുണ്ട്, ഈ ഈഴവനല്ലാത്ത ഒരുത്തനെയെങ്കിലും എനിക്ക് കാണാൻ കഴിയുമോ എന്ന്. എല്ലാ ഈഴവത്വത്തിന് കീഴ്പ്പെട്ട് നിൽക്കുകയാണ്. കാരണം അന്നത്തെ ഈഴവ മുതലാളിമാരായിരുന്നു ഗുരുവിൻ്റെ പ്രസ്ഥാനം നയിച്ചത്. ഗാന്ധിയുടെ പ്രസ്ഥാനം ഇന്ത്യൻ മുതലാളിമാർ നയിച്ചതുപോലെ അവർക്കറിയാമായിരുന്നു അതാണ്. അങ്ങനെ അവരെ മുന്നിൽ നിർത്തിയാലേ പ്രസ്ഥാനം ഉണ്ടാവുകയുള്ളൂ. പണക്കാരനെ മുന്നിൽ നിർത്തണം, അന്ന് പ്രസ്ഥാനം ഉണ്ടാകും. കാരണം അവർ പുരോഗമന ശക്തിയാണ്, അവരെ മുന്നിൽ നിർത്തണം. നാരായണ ഗുരു അതുതന്നെയാണ് ചെയ്തത്. പക്ഷേ ഈഴവത്വത്തിൽ അടഞ്ഞു കിടക്കുന്ന, ജാതീയതയിൽ അടഞ്ഞു കിടക്കുന്നവനല്ല യഥാർത്ഥ മനുഷ്യൻ. ആ ജാതീയതയിൽ നിന്ന് പുറത്തു പോകണം. അതുകൊണ്ട് ഇപ്പോൾ ഈ ഇന്ത്യൻ കീഴാള സാമുദായിക ശക്തികളെ അതിനെ ജീർണിപ്പിക്കുകയും ആ ജീർണതയിൽ നിന്ന് ദുഷ്ടരക്തം കുടിക്കുകയും ചെയ്യുന്ന ശക്തികളാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് അധികാരം ഏറ്റെടുത്തിരിക്കുന്നത്. അവരിൽ നിന്ന് ഈ സാമുദായിക കീഴാള ശക്തികളെ വിമോചിപ്പിക്കുന്ന അത് സ്വാധികാരമാണ് എന്നുള്ളതാണ്. അധികാരത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ തന്നെ മാറിയിരിക്കുന്നു. ഭരണകൂടത്തിന് മാത്രമല്ല അധികാരം, യഥാർത്ഥ അധികാരം ജനങ്ങളുടെ സ്വാധികാരമാണ്. അതൊരു ബദലധികാരമാണ്, ഒരു ആൾട്ടർനേറ്റീവ് പവറാണത്. അതാണ് അടിമയും ഉടമയും തമ്മിൽ. ഉടമയ്ക്ക് മാത്രമല്ല അധികാരമുള്ളത്. അടിമ മനുഷ്യനാണെങ്കിൽ അടിമയ്ക്കും അധികാരമുണ്ട്. അടിമയുടെ
ജീവിതാധികാരത്തിന്മേലുള്ള ഉടമയുടെ അധികാരപ്രയോഗമാണ് യജമാനൻ്റെ അധികാരം. ഈ രണ്ടും രണ്ട് അധികാരമാണ്. അതാണ് ഒന്ന് സബോൾട്ടൺ പവറാണ് ഒരെണ്ണം, സ്വാധികാരം, ഭരിക്കപ്പെടുന്നവൻ്റെ അധികാരം. അത് ഭരിക്കുന്നവൻ്റെ അധികാരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിനെ വികസിപ്പിക്കണം. ഭരിക്കപ്പെടുന്നവൻ്റെ അധികാരത്തെ നമ്മുടെ നാട്ടിൽ ഇന്നും അമർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് നാം ഒഴിവാക്കുന്നത് കൊണ്ട്, കണ്ടില്ല എന്ന് നടിക്കുന്നത്, പിൻവാതിലിലൂടെ വോട്ട് തണ്ടാൻ വേണ്ടി മാത്രം ചെല്ലുന്നതുകൊണ്ട് അത് നാം കണക്കാക്കുന്നില്ല. അതുകൊണ്ട് ആ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വർഗീയ ഭീകരശക്തികൾ അതിൻ്റെ ചോര കുടിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെക്കുറിച്ചും അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള പുതിയ മാർഗങ്ങളെക്കുറിച്ചും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ വിശദീകരിക്കേണ്ട, ബോധ്യപ്പെടുത്താൻ പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇത്രയും നേരം ഈ വാക്കുകൾ ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ബാബുവിൻ്റെ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് ആലോചിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.